കുറച്ച് തിരക്കുള്ള ദിവസമാണ്. കാഞ്ഞിരപ്പള്ളി വരെ ഒന്ന് പോകണം. പർച്ചേസിങ് ഡേ ആണ് ഇന്ന്. സാധാരണ നമുക്ക് കൂടുതൽ സാധനങ്ങൾ വീട്ടിലേക്കൊക്കെ പർച്ചേസ് ചെയ്യാനുള്ളപ്പോഴും നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ റിലയൻസ് സ്മാർട്ടിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ അടുത്ത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഷോപ്പുകളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭത്തിന് സാധനങ്ങൾ കിട്ടുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നമ്മുടെ ആൻറ്റിയമ്മൂമ്മ, അതായത് ഞങ്ങളുടെ ഓണർ ആൻറ്റി, കുറച്ച് കൂഴച്ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് റെഡിയാക്കി രാവിലെ തന്നെ കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നല്ല മഴയത്ത് പോയി വഴനയില പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ചേട്ടന് അട്ടയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയും തണുപ്പും മഞ്ഞും ഒക്കെയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി പറിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ രാവിലെ തന്നെ കുഞ്ഞൂസിനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര എണ്ണം വേണമെങ്കിലും ഇരുന്ന് കഴിച്ചോളും. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ വേണമെങ്കിൽ ഇത് തന്നെ കഴിച്ചോളും. അങ്ങനെ അത്രയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ കുമ്പിൾ കുത്താൻ പഠിക്കുവാണ് കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതൊക്കെ അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് നോക്കിയിട്ട് അവളും അതേപോലെയൊക്കെ മടക്കി നോക്കി ഒരു വിധത്തിൽ അത് സെറ്റായി ഗൈസ്. പുറത്താണെങ്കിൽ നല്ല മഞ്ഞും മഴയും തണുപ്പും. നമ്മുടെ ഉരുളക്കിഴങ്ങ് പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും തണുപ്പും മഞ്ഞും ഒക്കെ ആയിരിക്കും. അത് 365 ദിവസവും അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങുവാണ്. കോക്കനട്ട് ഷുഗറാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. നാച്ചുറൽ ഷുഗറാണ് കോക്കനട്ട് ഷുഗർ. വെള്ളപ്പഞ്ചസാര ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നതും കൂടെയാണ് കേട്ടോ ഈ ഷുഗർ. അങ്ങനെ ഗോതമ്പ് പൊടിക്കകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച ചക്കയും കോക്കനട്ട് ഷുഗറും കൂടെയുള്ള ആ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. എന്നിട്ട് നമ്മളിത് നമ്മുടെ വഴനയില കുമ്പിൾ കുത്തിയതിനകത്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ അടിപൊളി പ്രഭാത ഭക്ഷണമൊക്കെ റെഡിയായി. നല്ല ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞ് അപ്പം തന്നെ റെഡിയായി ഒരുങ്ങി നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. മഴ ഒരിച്ചിരി മാറി നിൽക്കുന്നുണ്ട്, എന്നാലും മഞ്ഞ് നന്നായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പോയിട്ട് വരാം, വേഗം തന്നെ അടുത്ത മഴയ്ക്ക് മുന്നേ പോയിട്ട് വരാം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തണുപ്പാണ്. അതുകൊണ്ട് എല്ലാവരും, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മഞ്ഞിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചെവിയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ കാറ്റടിച്ച് കയറും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചെവി വേദന എടുക്കും എല്ലാവർക്കും. അതൊരു പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും ചെവി ആദ്യമേ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. മുന്നോട്ട് പോകുന്തോറും മഞ്ഞ് കൂടിക്കൂടി വരുവാണ്. കടുത്ത മഞ്ഞായതുകൊണ്ട് മുന്നിലുള്ള വഴിയൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. മിക്കപ്പോഴും ഇവിടെ ഇങ്ങനെയാണ്. ഇതുപോലെ ഇത്രയും രാവിലെയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഈ ഒരു പ്രദേശത്തൊക്കെ കുട്ടിക്കാനം കഴിഞ്ഞ് താഴോട്ട് ഉള്ള സ്ഥലത്ത് മഞ്ഞിങ്ങനെ മൂടിക്കിടക്കും. അത് കടൽ പോലെ മഞ്ഞ് കാണാൻ പറ്റും നമുക്ക് മലനിരകളുടെ താഴെയൊക്കെ. ഇപ്പോൾ ഈ പ്രദേശത്ത് മുഴുവൻ മഞ്ഞായതുകൊണ്ട് നമുക്ക് അങ്ങനെയും കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്.
മുറിഞ്ഞപുഴ വെള്ളച്ചാട്ടത്തിൻ്റെ, അത് വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇത്രയും ദിവസം തുടർന്ന് നിന്ന മഴ കാരണം നന്നായിട്ട് വെള്ളം ചാടുന്നുണ്ട്. അതുപോലെ പലയിടത്തും പാറക്കല്ലുകളും ഒക്കെ വീണ് വഴിയൊക്കെ ബ്ലോക്കായിട്ടുണ്ടായിരുന്നു, മണ്ണൊക്കെ ഇടിഞ്ഞു കിടക്കുമായിരുന്നു. അതൊക്കെ കുറേ മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇതുവഴിയുള്ള രാത്രി യാത്ര വളരെ അപകടം പിടിച്ചതാണ് കേട്ടോ. അങ്ങനെ മുണ്ടക്കയം പാലം, മണിമലയാറിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മുണ്ടക്കയത്തെത്തി. ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന മുണ്ടക്കയം. മാസത്തിലൊരിക്കലെങ്കിലും റിലയൻസ് സ്മാർട്ടിൽ വന്നിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒരുമിച്ച് വാങ്ങിക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നതിൽ പിന്നെ ഇത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ താഴെ ആണ് പാർക്കിംഗ് ഉള്ളത് കേട്ടോ. അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് മിക്കപ്പോഴും. എല്ലാ വണ്ടികളും ആ റോഡ് സൈഡിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് എപ്പോഴും സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. കാരണം ഇവിടുന്ന് നമുക്ക് ലിഫ്റ്റ് കയറി മുകളിൽ പോകാനും പറ്റും. താഴേക്ക് വണ്ടിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനും ഒക്കെ എളുപ്പം ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ടൊന്ന് നോക്കി, കുഞ്ഞിന് അതുവഴി കയറണം എന്ന് വെച്ചിട്ട്. അപ്പോൾ അവിടെ നോ എൻട്രി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ തിരിച്ച് ലിഫ്റ്റിലേക്ക് തന്നെ വന്നു. നക്ഷത്രകുഞ്ഞിന് ലിഫ്റ്റിൻ്റെ പരിപാടികളെല്ലാം അറിയാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സ്വിച്ച് എവിടെ അമർത്തണം, എവിടെ ഇറങ്ങണം എന്നൊക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. ലിഫ്റ്റിൻ്റെ സകല ടെക്നിക്സും അവൾ പഠിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേളിലെത്തി. ഇനിയൊരു ട്രോളി സംഘടിപ്പിക്കണം, എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പർച്ചേസിന് വരുമ്പോഴത്തേക്കും കാണുന്നതൊക്കെ വലിച്ചു വാരി വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ ഒരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ടാവും, കൃത്യമായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം എന്നുള്ളത്. ആ ലിസ്റ്റ് അനുസരിച്ച് മാത്രമുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുക. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എക്സ്ട്രാ വാങ്ങിക്കുക. അതല്ലാതെ ബാക്കിയെല്ലാം ലിസ്റ്റ് അനുസരിച്ച് മാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നക്ഷത്രകുഞ്ഞിനാണെങ്കിൽ ഈ ട്രോളി ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഒന്നും പിടിക്കാൻ സമ്മതിക്കത്തില്ല, അവൾക്ക് തന്നെ അതിങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കണം. ഏറ്റവും അത്യാവശ്യമുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ കുറച്ച് പരിപ്പ് പയറ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു.
ഇനി മുകളിലത്തെ നിലയിലേക്കും കൂടെ ഒന്ന് പോകണം. അവിടുന്ന് കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ടേ. പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കാറിലേക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ്. ഇവിടുന്ന് തന്നെ നമുക്ക് കിറ്റും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് റിലയൻസിൻ്റെ കിറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിയ ബിഗ് ഷോപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് സാധനങ്ങളെല്ലാം മാറ്റുവാണേ. തിരികെ യാത്രയിലാണ്. തിരിച്ചു പോകും വഴിക്ക് നമുക്ക് കുറച്ച് മീനും ബീഫും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അച്ചാറുണ്ടാക്കാനുണ്ട്. ഇനി ചെല്ലുന്നു, ഫുഡ് കഴിക്കുന്നു, അച്ചാറുണ്ടാക്കൽ പരിപാടികളിലേക്ക് കടക്കുന്നു. ഇന്നങ്ങനെ വളരെ ബിസി ഡേ ആയിട്ട് പോവും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ.